എന്ന് പറഞ്ഞതെല്ലാം എന്താ? രാവണൻ നന്നായി പാടും, രാവണൻ നന്നായി ശിവസ്തോത്രങ്ങൾ കാവ്യങ്ങൾ എഴുതും, രാവണൻ നന്നായി വേദമന്ത്രങ്ങൾ ഉച്ചരിക്കും, രാവണൻ ലോകത്തിൽ എല്ലാവരെയും കീഴടക്കും, രാവണൻ നന്നായി ചെയ്യുന്ന പ്രവർത്തികൾ ധാരാളമുണ്ട്. ഇതെല്ലാം കഴിവുകൾ, സ്കില്ലുകൾ മാത്രമാണ്. പക്ഷെ രാമനുള്ളത് മൂല്യങ്ങളാണ്. വാൽമീകി മാമുനി ആരംഭത്തിൽ പറഞ്ഞ 66 മൂല്യങ്ങളാണ് രാമന്. രാമന് സ്കില്ലുകൾ ഇത്തിരി കുറവാ, പക്ഷെ രാവണന് മൂല്യങ്ങളില്ല, സ്കില്ലുകളുണ്ട്. രാമായണം സ്കില്ലും വാല്യൂസും തമ്മിലുള്ള യുദ്ധമാണ്. സ്കില്ലുകൾ ഒരു ദിവസം നിലംപൊത്തും, പക്ഷെ ഇപ്പോൾ കയ്യടി കിട്ടുമായിരിക്കാം. വേൾഡ് സെന്ററും പെന്റഗണും ഒക്കെ ലഷ്കർ ഇ തോയ്ബ ഇടിച്ചു വീഴ്ത്തിയതുപോലെ ഒരു ഇടിച്ചലായിരിക്കും ഒരു ദിവസം സംഭവിക്കുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാല്യൂ നോക്കുമോ, സ്കില്ലുകൾ നോക്കുമോ? നമ്മൾ നമ്മുടെ മക്കളുടെ നൃത്തം ഒരു സ്കില്ലാണ്, മൂല്യമാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൂല്യമാണോ നാം കൊടുക്കുന്നത്? സമയനിഷ്ഠയുണ്ടോ അവർക്ക്? മിതവ്യയമുണ്ടോ അവർക്ക്? സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മാ പ്രമത എന്ന ആ വൈദിക ഋഷിയുടെ മൂല്യങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ? മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ഇന്ന് ശ്രദ്ധിക്കുന്നത് സ്കില്ലുകളുടെ പുറകെയാണ് നമ്മൾ. ഈ സ്കില്ലുകൾ, മൂല്യങ്ങളുടെ അടിത്തറയില്ലെങ്കിൽ ഈ സ്കില്ലുകൾ ഒരു ദിവസം നിലംപൊത്തും. അന്ന് നാം വിഷമിക്കാതിരിക്കാൻ വാൽമീകി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂല്യങ്ങളുടെ അടിത്തറയിൽ സ്കില്ലുകൾ കെട്ടിപ്പൊക്കണം. സ്കില്ലുകൾ വേണ്ടേ? സ്കില്ലുകൾ വേണം, പക്ഷെ കെട്ടിപ്പൊക്കുന്നതിന് മുൻപ് അടിത്തറ മൂല്യങ്ങളായിരിക്കണം. ശ്രീരാമചന്ദ്രനായിരിക്കണം ആദർശമൂർത്തി. അതിൽ നിന്നുകൊണ്ട് ലോകത്തിലെ ഏത് അറിവുകളുടെയും ഏത് സുഖങ്ങളെയും എന്തൊക്കെ യന്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായങ്ങളുണ്ടോ അതിനെയെല്ലാം സ്വീകരിക്കണം. പക്ഷേ മൂല്യം രാമനാണ്. ആ രാമനാണ് നമ്മുടെ ആദർശമൂർത്തി. ആ രാമനാണ് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ വ്യക്തിത്വം. ആ രാമൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നതും ഒരു ആദർശ രാഷ്ട്രമാണ്, ആദർശ വ്യക്തിത്വമാണ്. ആ രാഷ്ട്രം എങ്ങനെ നിർമ്മിക്കപ്പെടും? അത് നിർമ്മിക്കപ്പെടാൻ നല്ല ഒരു രംഗമുണ്ട് വാൽമീകി രാമായണത്തിൽ, അയോധ്യാകാന്ഡത്തിലെ 100-ാം സർഗം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ ഗൂഗിൾ എടുത്ത് സർഗം ഒന്ന് അടിച്ചു കൊടുക്കണം. ആ 100-ാം സർഗം എങ്ങനെയാണ് ഒരു രാജ്യം സ്ഥാപിക്കുന്നത്, എങ്ങനെയാണ് ഒരു ധർമ്മരാഷ്ട്രമുള്ളത് എന്ന് രാമൻ ഭരതനെ പഠിപ്പിക്കുന്ന ഭരണോപദേശമാണ്. കച്ചി സർഗം എന്നതിന് പേരുണ്ട്. തന്നെ കാണാൻ വരുന്ന തൻ്റെ അനുജനെ അയോധ്യയുടെ അധിപനായിട്ട് രാമൻ കാണുന്നത്. സിംഹാസനം ഒഴിഞ്ഞത് രാമൻ അറിയില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയനെ കണ്ട് കെട്ടിപ്പിടിച്ച് മടിയിൽ പിടിച്ചിരുത്തി രാമൻ. എന്നിട്ട് തൻ്റെ അനുജനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ? അതാണ് കച്ചിത്. എന്താ അല്ലേ അല്ലേ എന്ന് ചോദിച്ചത്? രാജ്യഭരണം നടത്തുമ്പോൾ നീ എന്തൊക്കെ വേണം ശ്രദ്ധിക്കാൻ? ഒരു ധർമ്മരാജ്യം പടുത്തുയർത്താൻ വേണ്ടി ശ്രീരാമചന്ദ്രന്റെ കാര്യപദ്ധതിയുടെ ഒരു മാർഗരേഖയാണ് ഈ 100-ാം അധ്യായം, 100-ാം സർഗം. ഒന്ന് പഠിച്ചു വെക്കണം. കുശാഗ്രബുദ്ധിയും കർമ്മകുശലനുമായ ശ്രീരാമചന്ദ്ര മഹാപ്രഭു എങ്ങനെയാണ് ഒരു ധർമ്മമുഖ്യൻ, ഒരു രാജമുഖ്യൻ, ഒരു മുഖ്യമന്ത്രി, എങ്ങനെയാണ് ഒരു പ്രധാന സേവകൻ, ഒരു പ്രധാനമന്ത്രി, എങ്ങനെയാണ് അവരുടെ ഭരണമുഖ്യന്റെ ജീവിതവും സ്വഭാവവും എങ്ങനെയായിരിക്കണം എന്ന് ഭരതനെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ധർമ്മരാഷ്ട്രം ഉണ്ടാവുന്നത് പഠിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ അക്കമിട്ട പഠിപ്പിക്കുന്നത്. ഇത് അക്കമിട്ട് എഴുതി പഠിക്കണം നമ്മൾ. അതിലേറ്റവും സുന്ദരമായ ചില രംഗങ്ങളുണ്ട്. മന്ത്രിമാരെ നീ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നിശ്ചയിക്കപ്പെട്ട മന്ത്രിമാർ ഓരോരുത്തരും മനസ്സിൽ വരട്ടെ. എന്നിട്ട് രാമൻ അന്നത്തെ കാലത്ത് പറഞ്ഞ മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതുകൂടി നമ്മുടെ മനസ്സിൽ വേണം. രാമൻ പറഞ്ഞു, ഒരു മന്ത്രിയെ തീരുമാനിക്കുമ്പോൾ, മന്ത്രിസഭ വികസിപ്പിക്കാൻ തീരുമാനിച്ച് മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നീ ഒരു കാര്യം സൂചിപ്പിച്ചാൽ അതിൻ്റെ ഉദ്ദിഷ്ട കാര്യം മനസ്സിലാക്കുന്നവരെ മാത്രമേ നീ മന്ത്രിയായി തീരുമാനിക്കാവൂ. മനസ്സിലാവണേ? പ്രധാന സേവകൻ ഒരു കാര്യം മനസ്സിലാക്കി ഒരു സൂചന കൊടുത്താൽ അതിൻ്റെ അങ്ങേയറ്റം വരെ ആലോചിച്ച് രാജാവും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഉണ്ടാക്കി വെച്ചത് വിദേശകാര്യത്ത് പോയിട്ട്
അതിൽ 10 മടങ്ങായി ചെയ്യാൻ അതിൻ്റെ ഉദ്ദിഷ്ടകാര്യം മനസ്സിലാക്കുന്നവരെ വേണം നീ മന്ത്രിയാക്കി വെക്കാൻ. മാത്രമല്ല നീതിശാസ്ത്ര നിപുണന്മാരെ മാത്രമേ മന്ത്രിയാക്കി വെക്കാവൂ ഭരത. അത് നീ ശ്രദ്ധിക്കുന്നില്ലേ? മാത്രമല്ല കാര്യാലോചനകൾ പരസ്യമാക്കാത്തവരെ വേണം മന്ത്രിയാക്കി വെക്കാൻ. പല രഹസ്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. അത് പരസ്യമാക്കുന്നവരെ ഒരിക്കലും മന്ത്രിയാക്കരുത്. 1000 മൂഢന്മാരെ മന്ത്രിയാക്കുന്നതിനും ഭേദം ഒരു ബുദ്ധിമാനെ മന്ത്രിയാക്കുന്നതാണ് നല്ലത് ഭരത. അതും നീ ശ്രദ്ധിക്കുന്നില്ലേ? മാത്രമല്ല മന്ത്രിയായി നിശ്ചയിക്കുന്നവർ അഴിമതിക്കാരായിരിക്കരുത്, കളങ്കമില്ലാത്തവരായിരിക്കരുത്, കാപ്പട്യമില്ലാത്തവരായിരിക്കരുത്, പരമ്പരാഗതമായി എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കണം മന്ത്രിയായി തീരുമാനിക്കേണ്ടത്. അകമ്പുറം സംശുദ്ധരായവരെ കുറിച്ച് അവരെ മാത്രമേ മന്ത്രിയായി തീരുമാനിക്കാവൂ. കാര്യങ്ങൾ നടത്താൻ കഴിയാത്തവരെ കൊണ്ട് അനർത്ഥം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്തരക്കാരെ മന്ത്രിസഭയിൽ നീ ഒരിക്കലും ചേർക്കരുത്. ബുദ്ധി കൊണ്ട് മെച്ചപ്പെട്ടവരെ വേണം മന്ത്രിസഭയിൽ എടുക്കാൻ. ഇങ്ങനെ നിലവാരമുള്ളവരെ തിരഞ്ഞെടുത്ത് യോഗ്യമായിട്ടുള്ള വകുപ്പുകൾ കൊടുക്കണം ഭരത. അത് നീ ശ്രദ്ധിക്കുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ എവിടെയാ ഒരു രാമരാജ്യവും ധർമ്മരാഷ്ട്രവും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്? രാമൻ എന്ന കുശാഗ്ര ബുദ്ധിയുള്ളവൻ കാര്യങ്ങൾ ആലോചിച്ച് ഒരു ധർമ്മരാഷ്ട്രത്തിനൊരു മാർഗരേഖ എഴുതിയുണ്ടാക്കി. വാൽമീകി മാമുനി എത്രയെത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഒരു ധർമ്മരാഷ്ട്രത്തിനു വേണ്ടി നമ്മുടെ മുന്നിൽ മന്ത്രിമാരെ കുറിച്ച്, മാത്രമല്ല ദേശരക്ഷയ്ക്ക് വേണ്ടിയുള്ള മുൻകരുതലിനെ കുറിച്ച്, സൈനിക ശക്തി എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നതിനെ കുറിച്ച്, നീതിന്യായ വ്യവസ്ഥ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് വിശദീകരണം, ദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുദൃഢമാക്കാൻ ചെയ്യേണ്ട പ്രവർത്തികൾ, പ്രത്യേകിച്ചും കരം പിരിക്കേണ്ടതിനെ കുറിച്ച് രാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടാക്സ് കഠോരമായിരിക്കരുത്, കഠോരമായാൽ പ്രജകൾ രാജാവിനെതിരെ തിരിയും ഭരത. അതുകൊണ്ട് കഠോരമല്ലാത്ത കരത്തെ കുറിച്ച് നീ ചിന്തിക്കണം. ചാരവലയം എങ്ങനെയായിരിക്കണം? സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈം ബ്രാഞ്ചും ഒക്കെ ആ ചാരവലയത്തെ കുറിച്ച് നീ ചിന്തിക്കണം. കോഴയ്ക്കും അഴിമതിക്കും വഴങ്ങാത്ത, കറ പുരളാത്ത ശുദ്ധമായ വ്യക്തിത്വങ്ങളെ വേണം രാജ്യത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരായി തീരുമാനിക്കാൻ. വിദേശകാര്യ വകുപ്പിനെ കുറിച്ച് രാമൻ പറഞ്ഞു കൊടുത്തു. മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം അവരുടെ സഹകരണം ഉറപ്പുവരുത്താൻ രാജാവ് എല്ലാ ദിവസവും മന്ത്രിസഭയുടെ ഉപഘടകങ്ങളുമായി ഒരുമിച്ചിരുന്ന് അതാത് ദിവസത്തെ കാര്യങ്ങൾ വിലയിരുത്തണം ഭരത. അത് നീ ശ്രദ്ധിക്കണം. തീരുമാനമെടുക്കൽ പ്രക്രിയയാണ് ഭരത ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ നീ വളരെ ശ്രദ്ധിക്കണം. മൂവർ ചേർന്നാൽ മുറ്റമടിക്കില്ല എന്ന് നീ കേട്ടിട്ടില്ലേ ഭരത? അതുകൊണ്ട് നിർണായക തീരുമാനങ്ങളിൽ 3 അതിലധികമോ പാടില്ല ഭരത. അവർ വിളിച്ചു പറയും. അതുകൊണ്ട് പല തീരുമാനങ്ങളും പലരും അറിയുന്നത് ആ നിർണായക ശക്തിയുള്ളവർ, ആ ക്യാബിനറ്റിൽ തലമുതിർന്ന കുശാഗ്ര ബുദ്ധിയുള്ള അവരിലൂടെ മാത്രമേ പാടൂ. അവസാനം ശമ്പളം കൊടുക്കേണ്ടതിനെ കുറിച്ച്, ശമ്പളം കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രാപ്തിക്കനുസരിച്ച് അവരെ നിയമിച്ചപ്പോൾ ആ നിയമത്തിനനുസരിച്ച് ശമ്പളം കൊടുക്കണം. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച്, വളർത്തുമൃഗങ്ങൾ, കാട്ടുമൃഗങ്ങൾ കൃഷി ഇല്ലാതാക്കുമ്പോൾ അവിടെ നീ എന്തൊക്കെ ചെയ്യണം? ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായത്. അവിടെ നിന്റെ ശ്രദ്ധ എങ്ങനെ വേണം? നമ്മുടെ രാജ്യം അയോധ്യയെക്കുറിച്ച് നീ ചിന്തിക്കണം. ഗുരുക്കന്മാരെ പൂജിക്കണം. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് നീ ചിന്തിക്കണം. ഇങ്ങനെ അവസാനം പറഞ്ഞ് ഒരു രാജാവിൻ്റെ യോഗ്യതയെപ്പറ്റി പറഞ്ഞു. ഒരു രാജാവാകുമ്പോൾ, അതായത് ഒരു പ്രധാനമന്ത്രിയാകുമ്പോൾ, ഒരു മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ നിനക്ക് 14 ദോഷങ്ങൾ നിനക്ക് ഉണ്ടാവരുത്. 14 ദോഷങ്ങൾ ഇല്ലാത്തവനാണ് പ്രധാന സേവകൻ, മുഖ്യ കാര്യം ചെയ്യുന്നവൻ. അതുകൊണ്ട് 14 ദോഷങ്ങളെ രാമൻ പറയുന്നുണ്ട്. ഒന്ന്, രാജാവ് ഒരിക്കലും നാസ്തികനായിരിക്കരുത്. നാസ്തികൻ എന്നാൽ നിരീശ്വരവാദി എന്നല്ല അർത്ഥം. നാസ്തികൻ എന്നാൽ വേദപ്രമാണങ്ങളെ അംഗീകരിക്കാത്തവൻ. അവൻ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ ഭരണമുഖ്യനാകരുത്. നുണയനായിരിക്കരുത്. നുണ പറയുന്നവനെ ഒരിക്കലും ഭരണമുഖ്യനാക്കരുത് ഭരത. അത് നീ ശ്രദ്ധിക്കണം. ശുണ്ഠിക്കാരനെ, മൂക്കത്ത് ശുണ്ഠിയുള്ളവനെ ഒരിക്കലും നീ രാജ്യത്തിൻ്റെ അധിപനാക്കരുത് ഭരത. വിവരദോഷിയെ ഒരിക്കലും ഭരണാധികാരിയായി തീരുമാനിക്കരുത്. ഇങ്ങനെ ഒരു രാജാവിന് വരാൻ സാധ്യതയുള്ള 14 ദോഷം
ശ്രദ്ധിക്കാതിരുന്നാൽ വരുന്ന 20 ദോഷങ്ങളെ കുറിച്ച് രാമൻ വീണ്ടും പറയും. ഇങ്ങനെ നമ്മൾ ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ഒരു സമഗ്ര ജനജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഇതിഹാസ കാവ്യമാണ് വാൽമീകി രാമായണം. എങ്ങനെയാ ധർമ്മരാഷ്ട്രം, രാമരാജ്യം ഉണ്ടാകാൻ പോകുന്നത്? രാമരാജ്യം സൃഷ്ടിക്കുന്നത് നേരത്തെ പറഞ്ഞ ഈ നിയമങ്ങൾക്കനുസരിച്ചാണ്. രാമൻ ഭരതനോട് ചോദിക്കുന്ന ഇതേ ചോദ്യം നമുക്ക് ചോദിക്കാനുണ്ട് നമ്മുടെ ഭരണാധികാരികളോട്. നിങ്ങൾ ഇങ്ങനെയാണോ സുഹൃത്തെ? ഇത് പൊതുജനം ഭരണാധികാരികളോട് ചോദിക്കുന്ന വാക്കുകളാണ്. കർത്തവ്യബോധത്തോടെ കർമ്മം ചെയ്യാൻ തൻ്റെ അനുജനെ, ഒരു രാജാവിനെ ഏറ്റവും തൽപരതയുള്ളവനാക്കാൻ രാമൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ നമ്മൾ ഈ കേട്ടെ. ഇത്തരം ഒരു ഭരണാധികാരിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ആ ഭരിക്കുന്ന ഭരണാധികാരി ഭരിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് അയോധ്യ. ആ അയോധ്യയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭരണത്തിൻ്റെ പേരാണ് രാമരാജ്യം എന്നുള്ള ആദർശ ജീവിതം. ഈ ആദർശ ജീവിതമാണ്, രാമരാജ്യമാണ്, ധർമ്മരാഷ്ട്രമാണ്. ധർമ്മത്തെ മുൻനിർത്തിയുള്ള നമ്മുടെ ജീവിത മൂല്യങ്ങളെ സംരക്ഷിച്ചുള്ള ജീവിത വ്യവസ്ഥയാണ് രാമരാജ്യം എന്നുള്ളത്. ആ രാമരാജ്യം വാൽമീകി രാമായണം നമുക്ക് സമ്മാനിക്കുന്ന വർത്തമാനകാലത്തിലെ വ്യഥകൾക്ക്, വെല്ലുവിളികൾക്ക്, ഭീഷണികൾക്ക്, ദുഃഖങ്ങൾക്ക്, ദുരിതങ്ങൾക്ക് എല്ലാത്തിനുമുള്ള സങ്കടമോചകമാണ്, മൃതസഞ്ജീവനി മന്ത്രമാണ് വാൽമീകി രാമായണം എന്നുള്ളത്. ഇതാണ് ഒരു മണിക്കൂറും 22 മിനിറ്റും എടുത്ത് പറയാൻ എൻ്റെ മനസ്സിൽ വന്ന രാമായണം കാലാനുവർത്തിയും ത്രികാലങ്ങളിലും എന്നും യോഗ്യമായ രാമായണത്തിലെ കഥകളെല്ലാം ഓരോ കഥാസന്ദർഭങ്ങൾ. ഈ സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കി ശ്രീരാമചന്ദ്രൻ എന്ന അവതാര വരിഷ്ഠനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം. അവതാരങ്ങളെല്ലാം കൊല്ലാനാണ് എന്നൊരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. രാമൻ ജനിച്ചത് രാവണനെ കൊല്ലാനാണ് അത്രേ. കൃഷ്ണൻ ജനിച്ചത് കംസനെ കൊല്ലാനാണ്. ഓരോ അവതാരങ്ങളും കൊല്ലാനാണ് എന്ന് പഠിപ്പിച്ചാൽ തെറ്റായ ഒരു സന്ദേശമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഒരവതാരങ്ങളും ജനിച്ചത് കൊല്ലാനല്ല. എല്ലാ അവതാരങ്ങളുടെ ഉദ്ദേശം യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന മനോഹരമായ 7-8 ശ്ലോകങ്ങൾ 4-ാം അധ്യായത്തിലെ ആ ഭഗവത്ഗീത എടുത്തു നോക്കിയാൽ ധർമ്മ സംരക്ഷണമാണ് അവതാരങ്ങളുടെ ഉദ്ദേശം. എന്താ അവതാരങ്ങളുടെ ഉദ്ദേശം? ധർമ്മ സംരക്ഷണം. ധർമ്മം സംരക്ഷിക്കുമ്പോൾ 2 കാര്യം ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാ അവതാരങ്ങളും. അല്ല, ഈ 2 കാര്യമാണ് ഒരു അച്ഛനും അമ്മയ്ക്കും ചെയ്യാനുള്ളൂ. ഈ 2 കാര്യമാണ് ഒരു നല്ല തോട്ടക്കാരൻ ചെയ്യേണ്ടത്. ലോകത്തിൽ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള 3 ഉദ്യാനങ്ങളുണ്ട്. ദേവേന്ദ്രൻ്റെ നന്ദനോദ്യാനമുണ്ട്, കുബേരൻ്റെ ചൈത്രരഥമുണ്ട്, രാവണൻ്റെ പ്രമദാവനമുണ്ട്. നമ്മളൊരു പൂന്തോട്ടം നമ്മുടെ വീട്ടിലുണ്ട് എന്ന് ആലോചിക്കുക. ഈ പൂന്തോട്ടം നോക്കുന്ന ഒരു തോട്ടക്കാരനാണ് നമ്മളെങ്കിൽ ഈ തോട്ടം നമ്മൾ എങ്ങനെയാ പരിപാലിക്കുന്നത്? ഇത് പരിപാലിക്കുന്നതിന് 2 കാര്യങ്ങളാണ് നാം ചെയ്യുക. ഒന്ന്, ആ തോട്ടത്തിലുള്ള ചെടികൾ അതിനു വേണ്ട വെള്ളവും വളവും മണ്ണും ഒക്കെ നൽകി ആ ചെടികൾക്ക് അതിൻ്റെ ജന്മസാഫല്യത്തിന് വേണ്ടി, ജന്മലക്ഷ്യം നേടുവാൻ വേണ്ടി അവയ്ക്ക് വളരാൻ വേണ്ട അനുകൂല സാഹചര്യത്തെ ഒരുക്കും. ശരിയല്ലേ? ഒന്നാമത്തെ പ്രവൃത്തി അതിനെ വളർത്തി വലുതാക്കും. രണ്ടാമത്തെ പ്രവൃത്തി, ആ വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ ആ ചെടികൾക്കിടയിൽ ഒരു കളകൾ വളർന്നു വരാൻ സാധ്യതയുണ്ട്. ആ ചെടികൾ പൂക്കൾ പൂമുട്ടായിരിക്കുമ്പോൾ പുഴുക്കുത്തേറ്റ് നശിക്കാൻ സാധ്യതയുണ്ട്. അത്തരം സാധ്യതകളെ മുൻകൂട്ടി കണ്ട് അതിൻ്റെ ഇടയിൽ വളർച്ചയെ കാര്യമായി ബാധിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ കാര്യമായി ബാധിക്കുന്ന കളകളെ വേരോടുകൂടി പിഴുതു കളയണം. ഇതാണ് ഒരു തോട്ടക്കാരന് ചെയ്യാനുള്ളത്. ഇതാണ് ഒരു അച്ഛനും അമ്മയ്ക്കും ചെയ്യാനുള്ളത്. ഇതാണ് അവതാരങ്ങൾക്കും ചെയ്യാനുള്ളത്. അവതാരങ്ങൾ സാധുജനങ്ങളെ സംരക്ഷിക്കാൻ വരുന്നവരാണ്. സാധുജനങ്ങൾക്ക് ലോകമംഗളത്തിന് തപം ചെയ്യുന്ന സാധുക്കളായ ഋഷിമാർ
ആ ഋഷിമാർക്ക് ലോകമംഗളം ചെയ്യാൻ അവസരമൊരുക്കുക. യാഗയജ്ഞാദികൾക്ക് എവിടെയെങ്കിലും ഒരു വെല്ലുവിളി വന്നാൽ അത് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത്, ഇതിന് സാഹചര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചില അസുരപ്രവർത്തികൾ കണ്ടാൽ അവയെ വേരോടുകൂടി പിഴുതുകളയുക. ഇതാണ് ദുഷ്ടനിഗ്രഹം എന്നുള്ളത്. ഒന്നാമത്തെ സാധു സംരക്ഷണം, രണ്ട് ദുഷ്ടനിഗ്രഹം. ഒന്നാമത്തെ ചെടികളെ സംരക്ഷിക്കുക, രണ്ട് കളകളെ പറിച്ചു കളയുക. ഒന്നാമത്തത് മക്കൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, രണ്ട് അവരുടെ വളർച്ചയെ കാര്യമായി ബാധിക്കുന്ന കളകളെ പിഴുതു കളയുക. ഇവിടെ ശ്രീരാമൻ എന്തിനാ ജനിച്ചത്? ശ്രീരാമന്റെ അവതാര ദൗത്യം എന്താ? രാമന്റെ അവതാര ദൗത്യം ഋഷിമാർ അരണ്യങ്ങളിൽ തപം ചെയ്ത് ആ തപം ചെയ്ത ഋഷിയുടെ മനസ്സിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ആരണ്യകങ്ങൾ എന്ന ഗ്രന്ഥ സമുച്ചയമുണ്ട് വേദങ്ങളിൽ. വേദ സരണികളിൽപ്പെട്ട ഈ ആരണ്യകങ്ങൾ എന്ന് പറയുന്നത് അരണ്യങ്ങളിൽ തപം ചെയ്ത ഋഷിമാർ തന്ന വിജ്ഞാന സമ്പത്താണ്. ഈ ഋഷിമാർ തപം ചെയ്യുന്നത് ലോകമംഗളത്തിനാണ്. ലോകത്തിന് നന്മ വരണമെന്നാഗ്രഹിച്ചവർ തപം ചെയ്യുന്നേ. ഈ തപസ്സിനിടയിൽ അവർക്കുണ്ടാകുന്ന ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ട്, തപസ്സിൽ നിന്നുണ്ടാകുന്ന അറിവുകളുണ്ട്. ഈ അറിവുകളാണ് വേദമായി ലോകത്തിൽ കേൾക്കപ്പെട്ടത്, ശ്രുതിയാണത്. ആ കേൾക്കപ്പെട്ട ചിരന്തന സത്യത്തിന് മൂല്യശോഷണം സംഭവിക്കുന്നു. അരണ്യങ്ങളിലെ ഈ വിജ്ഞാന സ്രോതസ്സുകൾ വെല്ലുവിളികൾ നേരിടുന്നു. അവർക്ക് യാഗം യജ്ഞം ചെയ്യാൻ പറ്റാതെ യജ്ഞവിഘ്നകാരികളായ രാക്ഷസ പ്രഭൃതികൾ വളർന്നു വരുന്നു. ശ്രീലങ്കയിൽ നിന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് രാവണൻ തൻ്റെ അധികാര പ്രഭാവം വർദ്ധിപ്പിച്ചപ്പോൾ ഈ ഭാരതത്തിലെ യജ്ഞ സംസ്കൃതി വെല്ലുവിളി നേരിട്ടു. ആ വെല്ലുവിളി നേരിട്ട യജ്ഞ സംസ്കൃതിയെ, യാഗ സംസ്കൃതിയെ, വിജ്ഞാന സ്രോതസ്സുകളെ സംരക്ഷിക്കാനാണ് ശ്രീരാമചന്ദ്രൻ വനവാസം തിരഞ്ഞെടുത്തത്. വനവാസത്തിന്റെ 12 വർഷം, ഒരു വ്യാഴവട്ടക്കാലം രാമൻ ചെയ്തത് എന്താ? രാമൻ ചെയ്തത് ഋഷിമാരെ സംരക്ഷിക്കലായിരുന്നു. രാമൻ ചെയ്തത് ഋഷിമാരുടെ സംരക്ഷണമായിരുന്നു. യജ്ഞത്തിന് അനുഗുണമായ രീതിയിൽ ഈ വിജ്ഞാന സ്രോതസ്സുകളെ, ഭാരതമെന്ന ഈ വിജ്ഞാന രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാന കാരണമായ ഈ കാവ്യവസ്ത്രധാരികളെ, ഈ ഋഷിമാരെ, അവരെ സംരക്ഷിച്ചാൽ മാത്രമേ ഭാരതം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് രാമൻ 12 വർഷം, വാൽമീകി രാമായണം എടുത്താൽ ഒന്നാമത്തെ വർഷം ഈ ആശ്രമ മണ്ഡലത്തിൽ, രണ്ടാമത്തെ വർഷം ഈ ആശ്രമത്തിൽ, മൂന്നാമത്തെ വർഷം ഇന്നാശ്രമത്തിൽ. രാമൻ ഓരോ ആശ്രമങ്ങളിലേക്കും കയറി ഇറങ്ങുമ്പോൾ, ശരഭംഗ മാമുനിയുടെ ആശ്രമത്തിൽ വരുമ്പോൾ 21 ഋഷിമണ്ഡലത്തിലെ പ്രതിനിധികൾ നിവേദനം കൊടുക്കാൻ കാത്തു നിൽക്കുന്നത് കണ്ടു രാമൻ. അവർ വന്ന് രാമനോട് പറഞ്ഞു, രാമ, അരക്കന്മാർ ഞങ്ങളെ കൊല്ലുന്നു. നീ ആ കാണുന്ന മല പോലെ കൂട്ടിയിട്ട അസ്ഥിക്കൂടങ്ങൾ കണ്ടോ? ഞങ്ങളുടെ പൂർവികന്മാരായ ഋഷിമാരെ ആ നക്തഞ്ജനന്മാർ കൊന്നുകളഞ്ഞ അവരുടെ അസ്ഥികളുടെ ഒരു മല കാണിച്ചിട്ട് പറഞ്ഞു, രാമ, ഞങ്ങൾക്ക് തപശക്തിയുണ്ട്. ആ തപശക്തി അവരെ ശപിച്ചു കളയാനുള്ളതല്ല, ലോകമംഗളത്തിനാ. അതുകൊണ്ട് ഞങ്ങൾ മരണം വരിക്കുന്നു രാമ. ഞങ്ങൾ വെറുതെ കളയില്ല തപസ്, ദേഷ്യപ്പെട്ട് ശപിച്ച് കളയില്ല രാമ. അതുകൊണ്ട് ഞങ്ങൾ മരണം സ്വീകരിച്ചവരുടേതാണ് ഈ കുന്നുപോലെ കിടക്കുന്ന തലയോട്ടികളും എല്ലുകളുമെല്ലാം. ഇത് കണ്ട് രാമൻ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഞാൻ വനവാസത്തിന് വന്നത് ഈ ആർഷ സംസ്കൃതിയെ സംരക്ഷിക്കാനാണ്. 12 വർഷമാണ് ശ്രീരാമചന്ദ്രൻ യജ്ഞ സംരക്ഷണം ചെയ്ത് യജ്ഞത്തിന് അനുകൂലമായിട്ടുള്ള അറിവിന്റെ, വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകളെ മുഴുവൻ സംരക്ഷിക്കാൻ 12 വർഷം കൊണ്ടാണ് രാമൻ 14,000 രാക്ഷസ പരീക്ഷകളെ മുഴുവൻ, ഖരനെയും ദൂഷണെയും ത്രിശിരസിനെയും അടക്കം സർവരെയും വധിച്ച് യജ്ഞത്തിന് പറ്റുന്ന രീതിയിൽ ഭാരതത്തിലെ ദണ്ഡകാരണ്യത്തെ മാറ്റിയെടുത്തത്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് വിജ്ഞാനത്തെ, വേദത്തെ സംരക്ഷിക്കാനാണ്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് കാവ്യവസ്ത്രത്തെ സംരക്ഷിക്കാനാണ്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് ഈ യജ്ഞ സംസ്കൃതിയെ സംരക്ഷിക്കാനാണ്. ശ്രീരാമചന്ദ്രൻ ജനിച്ചത് വിശ്വഗുരുസ്ഥാനത്തിരുന്ന ഈ ഭാരതം വീണ്ടും ഈ വിജ്ഞാനത്തിലൂടെ ലോകത്തിൻ്റെ നെറുകയിലിരിക്കാൻ
അതിനു വേണ്ടിയാണ്. അതിനുവേണ്ടി ആരാണ് തടസ്സം നിൽക്കുന്നത്? രാവണനാണോ? എങ്കിൽ അവനെ വേരോടെ പിഴുതുകളയണം. ഈ രണ്ട് പ്രവൃത്തിയാണ് ശ്രീരാമചന്ദ്രന്റെ ജന്മോദ്ദേശം, അവതാര ദൗത്യം എന്നുകൂടി മാത്രം മനസ്സിലാക്കി രാമായണം എന്ന ഈ മഹാകാവ്യം അത് എല്ലാ കാലത്തും നമുക്ക് പഠിക്കാനുള്ള നിരവധി മൂല്യങ്ങളുടെ നിലവറയാണ് എന്ന് മനസ്സിലാക്കി വരുന്ന തലമുറയെ പഠിപ്പിക്കാൻ, പ്രത്യേകിച്ചും ഈ നടക്കുന്ന ഹിന്ദു ധർമ്മ പരിഷത്ത് വളരുന്ന തലമുറയ്ക്ക് വേണ്ടതായിട്ടുള്ള ജീവിത മൂല്യങ്ങളെ പകർന്നു കൊടുക്കേണ്ട ഇടമാണ്. നമ്മൾ നമ്മുടെ ഈ പരിഷത്തിന് 112 വർഷം നീണ്ടുനിന്ന തപസ്, ചട്ടമ്പിസ്വാമികളുടെ സ്മരണ കൊണ്ട് പവിത്രമായി ഈ ഭൂമി, ഈ പമ്പാ നദിയുടെ മണൽത്തരികൾ, ഇങ്ങനെയുള്ള മണൽത്തരികളിൽ തപം ചെയ്ത ഋഷിമാരോട് നമുക്ക് ചെയ്യാനുള്ള കൃതജ്ഞത എന്ന് പറയുന്നത്, ഇവിടെ ഏതൊക്കെ ഹിന്ദു ധർമ്മത്തെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടോ അവരെ വിളിച്ചുകൂട്ടി കൊണ്ടുവരാനുള്ളൊരു മനസ്സുകൂടി നാം കാണിക്കണം. ഒറ്റയ്ക്ക് വരിക എന്നതല്ല. പണ്ട് ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു. എൻ്റെ അയൽവശത്തുള്ള എൻ്റെ ബന്ധുക്കളായവർ കൂടി വന്നാൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഈ വിജ്ഞാനത്തിൻ്റെ അക്ഷയഖനികൾ തുറക്കുന്ന ഈ ഒരു ദിവസങ്ങൾ അത് ഏറ്റവും സമ്പന്നമാക്കാൻ, സമ്പൂർണമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതിന് നമ്മുടെ ഗുരുപരമ്പര മുഴുവൻ നമുക്ക് അനുഗ്രഹവർഷം ചൊരിയട്ടെ. അവരുടെ പ്രേമപൂർണമായ ആ കൈകൾ, വിശ്വാസമുണ്ട് എനിക്കെന്നും ഈ ശിരസിന് മുകളിൽ പ്രേമാശിസ്സുകളുമായി ആ കൈകളുണ്ടാകുമെന്ന് എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സന്ധ്യാസമയം സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു.